ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ദാ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളും വായോ എൻ്റെ കൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഈ ബസ് സ്റ്റോപ്പ് ക്ലോസ്ഡ് ആണ്. ഇവിടുത്തെ റോഡ് അണ്ടർ മെയിൻ്റനൻസ് ആയതുകൊണ്ട് ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വേണം ബസ് കയറാൻ. ഈ ബസ്സിന് കിട്ടുമോ എന്തോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ആ ബസ് സ്റ്റോപ്പിലേക്ക്. എന്തായാലും ഓടി നോക്കാം. ഇനി അടുത്ത 2 മിനിറ്റ്സിലേ ഉള്ളൂ ബസ്. ഇതിൽ കയറി ഞാൻ സ്റ്റാറ്റ്ഫോർഡ് ഇറങ്ങും. അവിടെ നിന്ന് ബൈ DLR. എൻ്റെ ഒരു ഓഫീസിൽ പോകുന്ന ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുഴുവൻ 2 മിനിറ്റ്സിൻ്റെ കളിയാണല്ലോ. ട്രെയിൻ ഡിപ്പാർച്ച് ചെയ്യാൻ ഇനി 2 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓൺ ടൈമിലാണ് കേട്ടോ. ഇവിടെ 1 മിനിറ്റ് മുമ്പോട്ടോ പിറകോട്ടോ ഇല്ല. എപ്പോഴും ഇവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറാറ്, എൻ്റെ ഫേവറേറ്റ് സീറ്റ് അതാരും കൊണ്ടുപോവില്ലേന്ന്. ആരുമില്ല. ദാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ സീറ്റ്. സോ ദ മോർണിംഗ് ജേർണി സ്റ്റാർട്ട്സ് ഹിയർ. ഇവിടുന്ന് ലൂഷാമിലേക്ക് ഒരു ½ ആൻ അവർ. അങ്ങനെ താ ഞാൻ ലൂഷാം എത്തി. ഇവിടെ നിന്ന് ഇനി ഒരു ബസ് കൂടി എടുത്താലാണ് എനിക്ക് ഓഫീസിലെത്താൻ പറ്റുക. അയ്യോ, വാട്ട് എ നൈസ് ഡേ. ബസ് ഈസ് ഓൾസോ വെയിറ്റിംഗ് ഫോർ മീ. അങ്ങനെ എന്താ ഓടി ബസ്സിൽ കയറിയപ്പോഴോ അവിടെയാണ് ട്വിസ്റ്റ്. 3-4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴോ ഡ്രൈവർ പറയുക അർജൻസി ഉള്ളവർ ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ കയറി പോവാൻ. ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആരോ റോഡ് ക്രോസ് ആക്കാൻ നോക്കിയതാ. എനിവേ ഞാൻ ഓൺ ടൈമിൽ ഇതാ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വിൻ്റർ കുറച്ച് കട്ടിയ, അൺസഹിക്കബിൾ ആയിട്ടുള്ള തണുപ്പാണ്. ജാക്കറ്റും ക്യാപ്പും ഒക്കെ മാറ്റി ഇതാ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പകുതി റിലാക്സേഷനാണ്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. സോ നീഡ് ടു ഗോ ഔട്ട് സൈഡ്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും റെഡിയായി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലായിടത്തും ക്രിസ്മസ് ട്രീസ് ആണ്. ഇത് ഇന്നലെ നൈറ്റ് ഇവിടെ ഇട്ട ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. നൈറ്റ് നല്ല രസമായിരിക്കും. എന്തായാലും ഈവനിങ് നമുക്ക് വന്ന് നോക്കാം. തിരിച്ചു വന്നപ്പോഴോ നല്ല വിശപ്പും തണുപ്പും ഹെഡേക്കും. പെട്ടെന്ന് ഞാൻ ഫുഡ് ഓവനാക്കി എടുത്തു. സ്പാഗറ്റി വിത്ത് ഗ്രിൽഡ് സാൽമൺ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ട്രൈ ആക്കുന്നത്. ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര അടിപൊളിയായിരിക്കുമെന്ന്. ഇറ്റ്സ് വെരി യം. ഞാനൊരു സ്പാഗറ്റിയോ പാസ്ത പേഴ്സണൊന്നും അല്ല, പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഓൾസോ. ഇത് ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയതാണ്. നിങ്ങളത് കണ്ടിട്ട് വായോ. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. ഒരു പാനിൽ സാൽമൺ സോൾട്ട് ആൻഡ് പെപ്പർ പുരട്ടിയിട്ട് ഷാലോ ഫ്രൈ ആക്കുക. വേറൊരു പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഗാർലിക് ഇട്ട് പിന്നെ നമ്മുടെ ഓണിയൻ ആൻഡ് ബീൻസ് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഓണിയൻ ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പിനാച്ച് ചെറിയ കട്ടാക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷനലായിട്ട്. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയ ടൊമാറ്റോസ് ആഡ് ചെയ്യുക. ആ ചെറിയ ടൊമാറ്റോസ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ സ്പാഗറ്റി സെപ്പറേറ്റ് കുക്ക് ചെയ്ത് വെച്ചതിൻ്റെ വാട്ടർ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോൾ അതിലേക്ക് സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, പിന്നെ പെരി ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഒറിഗാനോ ആൻഡ് ഇറ്റാലിയൻ ഹെർബ്സ് കൂടി ആഡ് ചെയ്യുക. അതൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് ആൻഡ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ച സ്പാഗറ്റി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ വൈറ്റ് സോസുമായിട്ട് സ്പാഗറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല യമ്മി സ്പാഗറ്റി റെഡി. ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മുടെ സാൽമണിൻ്റെ മുകളിലേക്കായിട്ട് ഇതിനകത്തുള്ള വൈറ്റ് സോസ് കുറച്ച് മിക്സ് ചെയ്യുക. കുറച്ച് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്പാഗറ്റി വിത്ത് ഗ്രിൽഡ് സാൽമൺ. ഫുഡൊക്കെ കഴിച്ചിട്ടും ഹെഡേക്കിന് ഒരു കുറവുമില്ല. ഒരു കോഫി കുടിച്ച് നോക്കാം. ഇവിടെ തണുപ്പിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഹെഡേക്ക് അങ്ങനെ പൊതുവെ വരുന്നതല്ല. ഈ തണുപ്പത്ത് ഇതുപോലെ ചൂട് എന്തെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. ഹെഡേക്കാന്ന് ഞാനിവിടെ കൊളീഗ്സിനോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ. അതുപോലെ ഒന്നായിരുന്നു ഇന്ന്. മാനേജർ വന്നിട്ട് ഇങ്ങോട്ട് പറയുക, ഇറ്റ് ഓൾമോസ്റ്റ് ഡൺ ഫോർ ടുഡേ, ജസ്റ്റ് ലീവ് ആമിന. കേൾക്കേണ്ട താമസം ഞാൻ പെട്ടിയും കിടക്കി എല്ലാം പറക്കി ദാ ഇറങ്ങി. ക്രിസ്മസ് ട്രീ കാണണ്ടേ നിങ്ങൾക്ക്? നമുക്ക് നോക്കിയാലോ നൈറ്റിൽ എങ്ങനെയുണ്ടെന്ന്. രസമുണ്ട്. നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കും.
ഇനി രാവിലെ വന്ന പോലെ തിരിച്ചു പോകണം. ഞാൻ എന്താ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇനി ബസ് 2-3 മിനിറ്റ്സിൽ വരുമായിരിക്കും. ലൂഷൻ സ്റ്റേഷനിൽ എത്തിയതും ഇവിടെ അവർ ബുക്കൊക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇതിവിടെ ട്രെയിൻ സ്റ്റേഷനിലുള്ളൊരു കുഞ്ഞ് ലൈബ്രറിയാണ് കേട്ടോ. ഈ കോൺസെപ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് വായിക്കാം, ബുക്ക് എടുത്ത് കൊണ്ടുപോകാം, തിരിച്ച് അതുപോലെ കൊണ്ടുവയ്ക്കാം. ഇവിടുന്ന് ബുക്സ് എടുക്കുന്നവരെന്തായാലും റീഡിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെതാ ഞാൻ എൻ്റെ ഫേവറേറ്റ് സീറ്റിലിരുന്നിട്ടുണ്ട്. എനിക്ക് ഈ സീറ്റിനെ ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് സീറ്റിന് എന്നോടും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അത് എനിക്ക് റിസർവ്ഡ് ആയിരിക്കും. ഈ സീറ്റ് എനിക്ക് മെയിൻലി ഇഷ്ടപ്പെടാനുള്ള കാര്യവും ഈ വ്യൂ തന്നെയാണ് കേട്ടോ. അത് മോർണിംഗ് ആയാലും ഈവനിങ് ആയിക്കഴിഞ്ഞാലും അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. എനിക്കിനി എത്ര ഹെഡേക്ക് ഉണ്ടെങ്കിലും ഞാൻ ഈ വ്യൂ മിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെന്താ ഞാൻ സ്ട്രാറ്റ്ഫോർഡ് എത്തി. ഇവിടെ ആസ് യൂഷ്വൽ വൈബാണ് കേട്ടോ ഈവനിങ്ങിൽ. ഷാനു പിക്കാക്കാൻ എത്തിയിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. അങ്ങനെ ഞങ്ങളെന്താ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതാ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഷാനു ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ക്യാമറ അവിടെ സൈഡിൽ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് പുള്ളി. എനിക്കാണെങ്കിൽ ഒന്ന് കിടന്നാൽ മതി. ഈ ചെന്നുടനെ കിടത്തിയൊന്നും നടക്കൂല. അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടാവും. ഇസു മാത്രമല്ല കേട്ടോ, ഐസു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.